ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ ഡ്രിങ്ക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു ഡ്രിങ്ക് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടാണ്. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഈ സൈസിലുള്ള കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം ഈ ഡ്രിങ്കിന് വേണ്ടി മാത്രമല്ല, മറ്റ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് ഞാനിപ്പം എല്ലാം കൂടെ കഴുകി എടുക്കുന്നതാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഒന്ന് കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കാം. ഒരു 2-3 കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് സ്റ്റീമറിലോട്ടൊന്ന് വെക്കാം കേട്ടോ. വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതിയാവും. അതപ്പോൾ ഒരു 20 മിനിറ്റോളം അടുപ്പിച്ചായിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കണം. അപ്പോൾ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 2 കഷ്ണം മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഈ 2 കഷ്ണത്തിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതലാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ്സിന് കണക്കിനാണ് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതലെടുക്കാം. ഇതിപ്പോൾ ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പം ഇതിപ്പോൾ 2ൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു വുഡൻ ഇതുകൊണ്ട് നമ്മുടെ സ്മാഷർ വെച്ച് ഞാൻ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. 2 കഷ്ണം ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായതൊന്ന് ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സാണ് ആവശ്യം. പിസ്തയും അണ്ടിപ്പരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പഞ്ചസാര ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് പാലാണ് ആവശ്യം. ഏലക്കപ്പൊടിയാണ്. ഇനി നമുക്കൊരു മിക്സഡ് ജാറാണ് ആവശ്യം. അതിലേക്ക് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോയുടെ കഷ്ണങ്ങൾ നമുക്ക് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ 1/4 ഭാഗമേ ഒഴിക്കുന്നുള്ളൂ, അരയ്ക്കാൻ വേണ്ടിയിട്ട് കണക്കിനാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് നമുക്കൊരു ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ബാക്കി പാലൂടെ ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഈ നല്ല ഒരു ടെക്സ്ചറിൽ നമുക്കിപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പം ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് ഞാനിപ്പോൾ 2 ഗ്ലാസ്, ഞാൻ പറഞ്ഞു 2 ഗ്ലാസ്സിന് കണക്കിനാണ് എടുക്കുന്നത്. ആ 2 ഗ്ലാസ്സിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഒരു ലൈറ്റ് പച്ച കളറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പക്ഷെ നല്ലൊരു കളറാണ്. വേറെ നമുക്ക് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ഒരു കളർ തന്നെ നല്ലൊരു കളറാണ്. ഇപ്പോൾ 2 ഞാൻ പകർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ആ പിസ്തയും പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്ക് കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ഗാർണിഷ്. അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ച് കിട്ടാൻ വേണ്ടി വേണം, വേറെ ഒന്നുമല്ല. ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫൈബർ ഒരുപാട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡൈജഷനൊക്കെ അത് പ്രോപ്പറാക്കുന്നുണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഇത് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ആർക്കും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.